5 വർഷം മുമ്പ് ഇന്ത്യയിലെ പ്രമുഖ വാരികയായിട്ടുള്ള ഔട്ട്ലുക്ക് എന്നോട് പറഞ്ഞു, അവരുടെ ബാക്ക് പേജിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ഡയറിക്ക് മമ്മൂക്കയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തരണമെന്ന് പറഞ്ഞു. നമുക്കത് വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ. അപ്പം ഞാനൊന്നും ആലോചിക്കാതെ എൻ്റെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ആ ഡയറിയുടെ ഭാഗമായിട്ട് ചേർത്ത് വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ന് പത്മശ്രീ ലഭിച്ചിട്ട് 23 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ 28 വർഷമായി. പത്മശ്രീ ലഭിച്ച് 23 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മറ്റൊരു ബഹുമതിക്ക് നമ്മുടെ മമ്മൂക്ക പാത്രമാകാത്തത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണെന്ന് ഞാൻ ആ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു. ഇന്ന് ഈ ബഹുമതിക്ക് അദ്ദേഹം പാത്രമായപ്പോഴും പലരുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, 28 വർഷം കഴിഞ്ഞോ എന്നുള്ളത്. ഈ 28 വർഷം കൊണ്ട് കാലുഷ്യത്തിൻ്റെ ഒരുപാട് പ്രതലങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ 28 വർഷത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂക്ക എന്ന് ഞാൻ പറയും.